കിൻഫ്ര കൊച്ചിയിൽ സ്ഥാപിക്കുന്ന പെട്രോ കെമിക്കൽ പാർക്കിന്റെ കമ്മീഷനിങ് 25-26-27 വിഭാവനം ചെയ്യുന്നു. പ്രസ്തുത പാർക്കിന്റെ പൂർത്തീകരണത്തോടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനും ഏകദേശം 10,000 പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. പെട്രോ കെമിക്കൽ പാർക്കിനായി 17 കോടി വകയിരുത്തുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന സർക്കാർ സ്വീകരിച്ച നടപടികൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പ്രവർത്തന ലാഭം നേടാൻ പ്രാപ്തമാക്കി. 2021-22 12 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തന ലാഭം ഉണ്ടാക്കിയപ്പോൾ 24-25 22 വർദ്ധിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനവും പുനരുദ്ധാനവും പദ്ധതിക്കായി ഒഴിവാക്കാനാവാത്തതും ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളതായ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ഉൾപ്പെടെ സമഗ്ര സാമ്പത്തിക പുനർരൂപീകരണ പദ്ധതിക്കായിട്ട് 294.60 കോടി രൂപ വകയിരുത്തുന്നു. കെമിക്കൽ മേഖലയിലെ ട്രാവൻകൂർ സിമന്റ്സ് ലിമിറ്റഡിനായി 4.8 കോടി, മലബാർ സിമന്റ്സിന് 6 കോടി, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രസിന് 19.6 കോടി, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് 5 കോടി, ഓങ്കോളജി ഫാർമ പാർക്ക് സ്ഥാപിക്കുന്ന 10 കോടിയും വകയിരുത്തുന്നു. ഇലക്ട്രോണിക് കോർപ്പറേഷനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷനായി 20.15 കോടിയും കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സിനായി 6 കോടിയും വകയിരുത്തുന്നു. സർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രക്കടലാസ് നിർമ്മാണ സ്ഥാപനമായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് 3.5 കൊല്ലത്തിലേറെ നീണ്ട അടച്ചുപൂട്ടലായിരുന്നു. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാർ വിറ്റഴിച്ച ഈ സ്ഥാപനം കേരള സർക്കാരിന്റെ സഹായത്തോടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് മുന്നേറി രാജ്യത്തെ തന്നെ മുൻനിരയിലേക്ക് നീങ്ങുകയാണ്. സർ, ഇത് ഇന്ത്യയുടെ പൊതുമേഖലാ വ്യവസായ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത കാഴ്ചയാണ്. കേരള പേപ്പർ പ്രൊഡക്റ്റിനായിട്ട് 15 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാനും ആധുനികവൽക്കരണത്തിനുമായി 741 കോടി രൂപയുടെ ബൃഹത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ സർക്കാർ വിഹിതമായി 175 കോടി രൂപ അനുവദിക്കുന്നു. സർ, കെൽട്രോണിന്റെ പരിധിയിൽ ഇലക്ട്രോണിക് ഹബ്ബ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് പാക്കേജ് ടെസ്റ്റ് സൌകര്യം ഒരുക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾ. സർ, പരമ്പരാഗത വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഫലപ്രദമായ വിപണന വിതരണം തന്ത്രം എന്നിവയിൽ അധിഷ്ഠിതമായ പരിപാടികളാണ് ഏറ്റെടുക്കുന്നത്. ഇതിലൂടെ ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും തൊഴിലും ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് വിഹിതം 242.34 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കരകൌശല മേഖല 32 വ്യത്യസ്ത ഇനം കരകൌശല വാണിജ്യ വസ്തുക്കളിൽ നിന്നും പ്രവർത്തിക്കുന്ന കരകൌശല മേഖലയ്ക്കായി 4.34 കോടി രൂപ വിലയിരുത്തുന്നു. മുള വ്യവസായത്തിന് 1.5 കോടി രൂപ. കൈത്തറി 2026-27 ബജറ്റിൽ കൈത്തറി, പവർലൂം മേഖലയ്ക്ക് കീഴിൽ മാർക്കറ്റിംഗ്, കയറ്റുമതി പ്രോത്സാഹനം, ആധുനികവൽക്കരണം തുടങ്ങിയ വിവിധ മേഖലകൾക്കായിട്ട് നെയ്ത്തുകാർക്ക് സൌകര്യങ്ങൾ കൊടുക്കുന്നതിനായിട്ട് 59 കോടി രൂപ വകയിരുത്തുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൽ മോഡേണൈസേഷൻ എന്ന പദ്ധതിക്ക് പ്രാരംഭമായിട്ട് 1 കോടി വകയിരുത്തുന്നു. ഹാൻഡെക്സ് പുനരുജ്ജീവന പാക്കേജിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് വായ്പ അവരുടെ ഓഹരി പങ്കാളിത്തത്തിനായി 5.3 കോടി രൂപ വകയിരുത്തുന്നു. നെയ്ത്തുകാർക്കും അനുബന്ധ തൊഴിലാളികളുള്ള പ്രോത്സാഹന പരിപാടി. കൈത്തറി സംഘങ്ങളുടെയും പ്രീലൂം പ്രവർത്തനങ്ങൾ, സ്പിന്നിംഗ്, നെയ്ത്ത്, ഡൈയിങ്, പ്രിന്റിംഗ്, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയ്ക്കായിട്ട് 4 കോടി രൂപ. ടെക്സ്പെർട്ടിന്റെ കീഴിലുള്ള മില്ലുകൾക്ക് 7 കോടി രൂപ ഇങ്ങനെ വകയിരുത്തുന്നു. കശുവണ്ടി മേഖല. സർ, ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിനും യന്ത്രവൽക്കരണത്തിനും വിപണന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും കൃഷി വിപുലീകരിക്കുന്നതിനും സംസ്കരണ യൂണിറ്റുകൾക്ക് കുറഞ്ഞ ചെലവിൽ അസംസ്കൃത കശുവണ്ടി ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി കശുവണ്ടി മേഖലയ്ക്ക് 56 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പൊതുമേഖലാ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾക്ക് അസംസ്കൃത വസ്തുക്കൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നതിന് റിവോൾവിംഗ് ഫണ്ടായി കേരള കശുവണ്ടി ബോർഡിന് 41 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന് 4.5 കോടി രൂപയും കാപെക്സിന് 3.5 കോടി രൂപയും കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് കാരറ്റ് കൾട്ടിവേഷന് 7 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കശുവണ്ടി വ്യവസായ മേഖലയുടെ പുനരുജ്ജീവന പദ്ധതിക്കായിട്ട് സ്വകാര്യ മേഖലയുൾപ്പെടെ എല്ലാ മേഖലയിലും പുനരുജ്ജീവനത്തിനായിട്ട് 30 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. സർ, കയർ മേഖലയുടെ വിഹിതം 110.64 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കയർ വ്യവസായ മേഖലയെ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ചകിരിച്ചോറിന്റെ അടിസ്ഥാനത്തിൽ ചകിരിച്ചോറ് വ്യാവസായികമായി ഉപയോഗിക്കുന്ന പദ്ധതിക്ക് 3 കോടി രൂപയും കയർ ഉൽപ്പന്നങ്ങൾ ഉൽപാദനവും വിപണന പ്രചോദനവും എന്ന പദ്ധതിക്ക് 11 കോടി രൂപയും ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് 7 കോടി രൂപയും കയർ വിൽപ്പനയ്ക്കുള്ള വിപണന സഹായമായി വിപണി വികസന സഹായമായി 10 കോടി രൂപയും വിലസ്ഥിരതാ ഫണ്ടിനായി 36 കോടി രൂപയും മാനേജീരിയൽ സബ്സിഡി പദ്ധതിക്കായിട്ട് 13.5 കോടി രൂപയും വിലയിരുത്തുന്നു. സർ, കഴിഞ്ഞ 4 വർഷമായി സർക്കാർ സഹായത്തിലൂടെ ഖാദി ഗ്രാമ വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുകയും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മെച്ചപ്പെടുകയും ചെയ്തു. കൂടാതെ പ്രതിവർഷം 12,500-ലധികം ഖാദി വ്യവസായ തൊഴിലാളികൾക്ക് പ്രോത്സാഹന സഹായം നൽകുകയും ചെയ്തു. ഖാദി വ്യവസായങ്ങൾക്ക് വിധം 16.7 കോടിയാണ്. മൈനിംഗ് ജിയോളജി വകുപ്പിന് 8.2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. IT നവീകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ നയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എല്ലാ വിഭാഗങ്ങൾക്കുള്ള പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. 26-27 ബജറ്റ് IT മേഖലയ്ക്ക് തുടർന്ന് മുൻഗണന നൽകുന്നു. ഈ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം മുൻ വർഷത്തെ 517.27 കോടിയിൽ നിന്നും 548 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു.
കേരളത്തിലെ 3 IT പാർക്കുകൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് സമീപ വർഷങ്ങളിൽ ഗണ്യമായ വളർച്ച കൈവരിച്ചു. ഈ IT പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം 2016-17 676 നിന്നും 24-25 1162 വർദ്ധിച്ചു. തൊഴിലവസരങ്ങൾ 85,974 ആയിരുന്നത് 2024-25 ആയപ്പോൾ 1,55,800 വർദ്ധിച്ചു. ടെക്നോ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ 25 കോടി രൂപയും ഇൻഫോ പാർക്കിന് 21.6 കോടി രൂപയും സൈബർ പാർക്കിന് 12.1 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സമീപ വർഷങ്ങളിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. 2017-18 800 ആയിരുന്നു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം. 24-25 അത് 6,477 വർദ്ധിച്ചു. ഈ കാലയളവിൽ തൊഴിൽ 28,000 നിന്നും 64,870 വർദ്ധിച്ചു. അതേസമയം 250 നിക്ഷേപം 250 കോടി രൂപയിൽ നിന്നും 6,983 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. സർ, സംസ്ഥാനത്തുടനീളം ഏകദേശം 2023 പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിച്ചു. മൊത്തം ഉപയോക്താക്കളുടെ എണ്ണം 2018-19 38 ലക്ഷത്തിൽ നിന്നും 2024-25 60 ലക്ഷത്തിലധികമായി വർദ്ധിച്ചു. ഈ കാലയളവിൽ ഉപയോഗം 553 TBയിൽ നിന്നും ഏകദേശം 2,354 TB ആയി വർദ്ധിച്ചു. കേരളത്തിൽ ഇന്റർനെറ്റ് കണക്കിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് കെഫോൺ. 2025 ഓഗസ്റ്റ് 31 കണക്കനുസരിച്ച് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന് 1,13,525 സജീവ കണക്ഷനുകളുണ്ട്. സർ, ഇതിൽ വിവിധ മേഖലയിൽ വാണിജ്യ കണക്ഷൻ, BPL കണക്ഷൻ, SME കണക്ഷൻ എന്നിവ വിവിധ മേഖലയുണ്ട്. ഓഫീസ് കണക്ഷനുകളും 23,163 ഉണ്ട്. പബ്ലിക് വൈഫൈ പദ്ധതിക്കായി 15 കോടി വകയിരുത്തുന്നു. കെഫോണിന്റെ പ്രവർത്തനങ്ങൾക്കായി 112.44 കോടി രൂപ വകയിരുത്തുന്നു. സർ, ട്രൈബൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നു. ഇതിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് IT മിഷന് 141.28 കോടി രൂപ വകയിരുത്തുന്നു. ഡാറ്റാ സെന്ററുകൾക്ക് 47 കോടി, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് 14.5 കോടി, ഡിജിറ്റൽ രംഗത്ത് പുതിയ നയങ്ങളുടെയും സ്ട്രാറ്റജി മിഷനുകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 22 കോടി വകയിരുത്തുന്നു. അക്ഷയ പദ്ധതിക്ക് 3.95 കോടി രൂപ വകയിരുത്തുന്നു.